നമസ്കാരം. ലവ് ജിഹാദിന്റെ പ്രണയക്കുരുക്കിൽ പെട്ടുപോയ യുവതി ഒടുവിൽ ആത്മഹത്യ ചെയ്തു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഇർഷാദിനൊപ്പം ഇക്കഴിഞ്ഞ ഏപ്രിൽ നാടുവിട്ട മലയിൻകീഴ് പുലരിനഗർ അഖില നിവാസിൽ ബിനുവിന്റെ മകൾ അഖിലയെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലവ് ജിഹാദ് എന്നതിനെ പലരും നിസാരവൽക്കരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ആ ഭീകരതയുടെ മുഖംമൂടി വലിച്ചു കയറുന്നത്. ഇസ്ലാമിക ജിഹാദ് എന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ഏകലോക സിദ്ധാന്തത്തെ പലപ്പോഴും ലോക ജനത കണ്ടത് ആശങ്കയോടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാൻറ്റിങ്ടണും ബെർഹാർഡ് ലൂയിസും ഒക്കെ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടത്. ഇസ്ലാമിക സാമ്രാജ്യത്വത്തെ പ്രശസ്ത എഴുത്തുകാരനായ H.G. വെൽസ് വിലയിരുത്തിയത് ഇങ്ങനെയാണ്: അറേബ്യ, പേർഷ്യ, പലസ്തീൻ എന്നീ രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞത് അവരുടെ അങ്ങേയറ്റത്തെ ക്രൂരതയും വർഗീയതയും കൊണ്ടാണ്. സംഭവത്തിലേക്ക് തിരികെ വരാം. ഏപ്രിൽ 4-ന് അഖിലയെ കാണുവാനില്ലെന്ന പിതാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഇർഷാദുമായി അഖില പോയതായി പറയുന്നത്. പോലീസ് ഇതുവരെ മലയിൻകീഴ് സ്റ്റേഷനിലെത്തിച്ച് ബന്ധുക്കളെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ചോദിച്ചപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് പെൺകുട്ടി മൊഴി നൽകുകയായിരുന്നു. ശേഷം പോലീസ് ഇരുവരെയും മലയിൻകീഴ് സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിച്ച് രജിസ്റ്റർ ചെയ്ത് വിവാഹം ചെയ്യിപ്പിച്ചയച്ചു. അഖിലയും മുഹമ്മദ് ഇർഷാദും കൊല്ലത്തെ വീട്ടിലെത്തുകയും തുടർന്ന് കോഴിക്കോട് പൊന്നാനിയിലെത്തിച്ച് അഖിലയെ മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. മതം മാറുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച അഖിലയെ ഇർഷാദും അയാളുടെ ബന്ധുക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായി സൂചനയുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 10-ന് അഖിലയ്ക്ക് സുഖമില്ലെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അഖിലയുടെ ബന്ധുക്കൾ വിവരമറിയിച്ചു. തുടർന്ന് അഖിലയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ മുഹമ്മദ് ഇർഷാദ് ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ വിവരം. ഹിന്ദു ST വിഭാഗത്തിൽപ്പെട്ട അഖിലയെ തട്ടമിട്ട് മുഖം മറച്ച രീതിയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ബന്ധുക്കളെ പോലും പെൺകുട്ടിയുടെ മുഖം കാണാൻ അനുവദിച്ചിരുന്നില്ല. കൂടാതെ മുഹമ്മദ് ഇർഷാദിനെ അങ്ങോട്ട് ഫോൺ ചെയ്താൽ പലപ്പോഴും മാത്രമേ കിട്ടാറുള്ളതായിരുന്നുവെന്നും ബന്ധുക്കൾ നൽകിയ വിവരത്തിൽ പറയുന്നുണ്ട്. വർക്കല സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരനാണ് മുഹമ്മദ് ഇർഷാദ്. ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെ ഇവർ പ്രണയിച്ചിരുന്നെങ്കിലും മുഹമ്മദ് ഇർഷാദിന് വേണ്ടി ഇയാളുടെ ബന്ധുവാണ് കൂടുതലും പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തിരുന്നത്. കാലമേറെ കഴിഞ്ഞിട്ടും ലോകത്തിന്റെ മതരാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞിട്ടും മതത്തിന്റെ പേരുള്ള ചില മുസ്ലിം മതസ്ഥരുടെയെങ്കിലും അക്രമാസക്തി കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല എന്ന് ഇതിലൂടെയെല്ലാം നമുക്ക് വിലയിരുത്താം. തുടക്കം ആയുധത്തിന്റെ ഭാഷയിലായിരുന്നുവെങ്കിലും ഇന്ന് പണവും ആയുധവും ലൈംഗികതയും പ്രണയവുമെല്ലാം ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്തെ കീഴടക്കുവാൻ ഉപയോഗിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ് ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റ് മതങ്ങളോടും സംസ്കൃതികളോടുമുള്ള തീവ്രവാദ സമീപനം. അഖിലയും ഇന്ന് ഈ ലവ് ജിഹാദിന്റെ ഇരയാണ്. ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ സമീപനം വെച്ച് പുലർത്തുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്.